എല്ലാവർക്കും SSC RRB മലയാളത്തിൻ്റെ RRB NTPC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC പരീക്ഷകളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസ്പോർട്ട്സ് വാട്ടർ ഫ്രം ദ റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ്സ് ടു ഇറ്റ്സ് ലീവ്സ്? താഴെ പറയുന്നവയിൽ ഏതാണ് പ്ലാന്റ്സിന്റെ റൂട്ട്സിൽ നിന്നും വാട്ടർ ലീവ്സിലേക്ക് എത്തിക്കുന്നത്? വേരുകളിൽ നിന്നും ജലം വലിച്ചെടുത്ത് ഇലകളിലേക്ക് എത്തിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? എ സൈലം, ബി ഫ്ലോയം, സി ബോത്ത് സൈലം ആൻഡ് ഫ്ലോയം, ഡി കോർട്ടെക്സ്. ഏതാണ് വേരുകളിൽ നിന്നും ജലം വലിച്ചെടുത്തിട്ട് ഇലകളിലേക്ക് എത്തിക്കുന്നത്? ഏതാണ്? അത് സൈലമാണ്. സൈലത്തിന്റെ ഫംഗ്ഷനാണ് എന്ത്? വേരുകളിൽ നിന്നും ജലം വലിച്ചെടുത്ത് ഇലകളിലേക്ക് കൊണ്ടുപോകുന്നത് ആരുടെ ഫംഗ്ഷനാണ്? സൈലത്തിന്റെ ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ ഇലകളിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഉണ്ടല്ലോ, അപ്പോൾ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന ഒരു പേരുണ്ടല്ലോ, അതെന്താണ്? അത് ഫോട്ടോസിന്തസിസ് ആണ്. അപ്പോൾ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഇതിന്റെ സ്റ്റോറേജ് ഓർഗൻസിൽ, അതായത് പ്ലാന്റ്സ് ഈ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഓർഗൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ. അങ്ങനെ സ്റ്റോറേജ് ഓർഗൻസിൽ എത്തിച്ചാൽ മാത്രം പോരാ, ആ സ്റ്റോറേജ് ഓർഗൻസിൽ എത്തിച്ചതിന് ശേഷം പ്ലാന്റ്സിന്റെ ഗ്രോയിങ് പാർട്സിലേക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ഫംഗ്ഷനും ആരുടെയാണ്? ഫ്ലോയത്തിന്റെയാണ്. അപ്പം സൈലത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? റൂട്ടിൽ നിന്നും ജലം എന്താണ്? ലീവ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ജലം മാത്രമല്ല, അതിനകത്ത് ന്യൂട്രിയൻസ് അതുപോലുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. അത് ലീവ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? സൈലത്തിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ് പ്രിപ്പയർ ചെയ്ത ഫുഡ് ഇതിന്റെ സ്റ്റോറേജ് ഓർഗൻസ്, അതായത് പ്ലാന്റ്സിന്റെ സ്റ്റോറേജ് ഓർഗൻസിൽ എത്തിക്കുക, അതിനുശേഷം പ്ലാന്റ്സിന്റെ ഗ്രോയിങ് പാർട്സിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ. അപ്പം മറക്കാതിരിക്കുക, സൈലത്തിന്റെ ഫംഗ്ഷൻ റൂട്ടിൽ നിന്നും വാട്ടർ ലീവ്സിലേക്ക് എത്തിക്കുക. ഇനി ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ ഫോട്ടോസിന്തസിസ് വഴി പ്രിപ്പയർ ചെയ്ത ഫുഡ് ഇതിന്റെ സ്റ്റോറേജ് ഓർഗൻസിലേക്കും അവിടുന്ന് ഗ്രോയിങ് പാർട്സിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. ഓക്സിലറി ബഡ് ഡെവലപ്സ് ഇൻ ടു വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ്? അതായത് ഓക്സിലറി ബഡ് പ്ലാന്റിന്റെ ഏത് പാർട്ടായിട്ടാണ് ഡെവലപ്പ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രൂട്ട്, ലീഫ്, ബ്രാഞ്ച്, റൂട്ട്സ്. അപ്പം ഓക്സിലറി ബഡ് പ്ലാന്റിന്റെ ഏത് പാർട്ടായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അത് ബ്രാഞ്ച് ആയിട്ടാണ്. ഓക്സിലറി ബഡ് പ്ലാന്റിന്റെ ബ്രാഞ്ച് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? അത് ഓവറിയാണ്. അപ്പോൾ ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ഓവറിയാണ്. അപ്പോൾ റൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതോ? റൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പാർട്ടിന്റെ പേരാണ് റാഡിക്കിൾ. ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പം ഓക്സിലറി ബഡ് ഏത് പാർട്ടായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്? പ്ലാന്റിന്റെ ബ്രാഞ്ച് ആയിട്ടാണ്. ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ഓവറിയാണ്. അതുപോലെ തന്നെ റൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? റാഡിക്കിളാണ്. അങ്ങനെയാണെങ്കിൽ സീഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? അത് ഓവ്യൂൾസ് ആണ്. അപ്പം ഓവ്യൂൾസ് എന്തായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്? സീഡ്സ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഓക്സിലറി ബഡ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു? ബ്രാഞ്ച് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഏത് ഭാഗമാണ്? ഓവറിയാണ്. സീഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഏത് ഭാഗമാണ്? ഓവ്യൂളാണ്. അങ്ങനെയാണെങ്കിൽ റൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഏത് ഭാഗമാണ്? അത് റാഡിക്കിളാണ്. ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് എനർജി ഇൻ പ്ലാന്റ്സ് ഈസ് നോൺ ആസ് ഡാഷ്. പ്ലാന്റ്സിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? അബ്സോർപ്ഷൻ, റിഡക്ഷൻ, ഫോട്ടോസിന്തസിസ്, ട്രാൻസ്പിറേഷൻ. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്താണ് പ്ലാന്റ്സിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേര്? അത് ഫോട്ടോസിന്തസിസ് ആണ്. അങ്ങനെയെങ്കിൽ ഈ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം? മെയിൻ കമ്പോണന്റ് എന്താണ്? സൺലൈറ്റ് വേണം. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ സൺലൈറ്റ് വേണം. അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് വേണം, വാട്ടർ വേണം. അപ്പം സൺലൈറ്റിന്റെ പ്രസൻസിൽ കാർബൺ ഡയോക്സൈഡും വാട്ടറും ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഓക്സിജനും ഉണ്ടാവുന്നു. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഫോട്ടോസിന്തസിസ് എന്ന്. അപ്പോൾ ഫോട്ടോസിന്തസിസ് ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്? അവിടെ സൺലൈറ്റ് വേണം. പിന്നെ മെയിൻ ഒരു കമ്പോണന്റ് ഉണ്ട്, അതെന്താണ്? അത് ക്ലോറോഫില്ലാണ്. ഫോട്ടോസിന്തസിസ് ഗ്രീൻ പ്ലാന്റ്സിൽ മാത്രമേ നടക്കാറുള്ളൂ. പ്ലാന്റ്സിന് ഗ്രീൻ കളർ അല്ലെങ്കിൽ ലീവ്സിന് ഗ്രീൻ കളർ നൽകുന്ന കമ്പോണന്റിന്റെ പേരാണെന്ത്? ക്ലോറോഫിൽ. അതുകൊണ്ട് തന്നെ ക്ലോറോഫിൽ ഉള്ള പ്ലാന്റ്സിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ. അപ്പം പ്ലാന്റ്സിന് ഗ്രീൻ കളർ നൽകുന്ന കമ്പോണന്റിന്റെ പേരെന്താണ്? ക്ലോറോഫിൽ എന്നാണ്. ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അവിടെ വേണ്ടത്? സൺലൈറ്റ് വേണം, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് വേണം, വാട്ടർ വേണം. എന്താണ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്? അത് ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്ലാന്റ്സിൽ നിന്നും വാട്ടർ വേപ്പറിന്റെ ഫോമിൽ ലോസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ എന്താണ്? പ്ലാന്റ്സിൽ നിന്നും വെള്ളം, അതായത് പ്ലാന്റ് ചെടികളിൽ നിന്നും വെള്ളം നഷ്ടപ്പെടുന്നു. എന്ത് രൂപത്തിൽ? വേപ്പറിന്റെ രൂപത്തിൽ നഷ്ടപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ട്രാൻസ്പിറേഷൻ. ഫോട്ടോസിന്തസിസ് എന്താണ്? പ്ലാന്റ്സിലെ എനർജി പ്രൊഡ്യൂസിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഫുഡ് പ്രൊഡ്യൂസിങ് പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം? സൺലൈറ്റ് വേണം, കാർബൺ ഡയോക്സൈഡ് വേണം, അതുപോലെ തന്നെ മെയിൻ കമ്പോണന്റ് എന്താണ്?
ക്ലോറോഫില്ല് വേണം പ്ലാന്റിൽ. എന്തൊക്കെ അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാകുന്നത് എന്താണ്? ഓക്സിജനും അതുപോലെ തന്നെ ഗ്ലൂക്കോസുമാണ്. ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സിൽ നിന്നും വേപ്പർ രൂപത്തിൽ വാട്ടർ നഷ്ടമാകുന്ന ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ വാട്ടർ റിലീസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ട്രാൻസ്പിറേഷൻ എന്ന്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫുഡ് ഇൻ ഒനിയൻ ഈ സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഡാഷ്. അതായത് ഒനിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സവാള, വെല്ലുള്ളി, അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ സബോള എന്നൊക്കെ പറയും. ഇവിടെ ഞങ്ങളുടെ അവിടെയൊക്കെ സവാള എന്നാണ് പറയാറ്. അപ്പം സവാളയിൽ എന്താണ്? ഫുഡ് ഏത് ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഒനിയനിൽ ഫുഡ് ഏത് ഫോമിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓപ്ഷൻസ് നോക്കാം. സെല്ലുലോസ്, പ്രോട്ടീൻ, സ്റ്റാർച്ച്, ഷുഗർ. ഇതിൽ ഏത് ഫോമിലാണ് ഒനിയനിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? അത് സെല്ലുലോസ് ഫോമിലാണ്. അപ്പം നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒനിയനിൽ ഏത് ഫോമിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്? ഏത് ഫോമിലാണ്? അത് സെല്ലുലോസ് ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. UV റേസ് കമ്മിങ് ഫ്രം സൺ മേജർലി കോസസ് വിച്ച് ക്യാൻസർ? ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, സിമ്പിളാണ്. എന്താണ്? സൂര്യനിൽ നിന്നും വരുന്ന UV റേസ് പ്രധാനമായും ഏത് ക്യാൻസറിനാണ് കാരണമാകുന്നത്? ഏത് ക്യാൻസറിനാണ്? ലങ് ക്യാൻസറിനാണോ? അല്ല. ലിവർ ക്യാൻസർ ആണോ? അല്ല. മൗത്ത് ക്യാൻസർ ആണോ? അല്ല. പിന്നെ ഏതാണ്? അത് സ്കിൻ ക്യാൻസർ ആണ്. അപ്പോൾ സൂര്യനിൽ നിന്നും വരുന്ന UV റേസ് പ്രധാനമായും ഏത് ക്യാൻസറിനാണ് കാരണമാകുന്നത്? സ്കിൻ ക്യാൻസറിനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻസ് പ്രൊഡ്യൂസസ് ദ എൻസൈം ലിപ്പേസ്? ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഓർഗനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാൻക്രിയാസ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ലിവർ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് ലിപ്പേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ഏത്? ലിപ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ? അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ, ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലിപ്പേസിൻ്റെ കൂടെ തന്നെ പറയുന്ന മറ്റൊരു എൻസൈമാണ് അമിലേസ് എന്ന് പറയും. അത് സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? പാൻക്രിയാസ് തന്നെയാണ്. അപ്പോൾ അമിലേസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡിലെ സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഷുഗർ ആക്കുക എന്നുള്ളതാണ് അമിലേസിൻ്റെ ഫംഗ്ഷൻ. അപ്പം ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ. അമിലേസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഷുഗർ ആക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? അമിലേസിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഈ ലിപ്പേസും അമിലേസും ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് പാൻക്രിയാസ് ആണ്. അങ്ങനെയെങ്കിൽ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണ്? അത് ബൈൽ ജ്യൂസ് ആണ്. ബൈൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ലിവർ ആണ്. അപ്പോൾ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഏതൊക്കെ? ലിപ്പേസും അതുപോലെ തന്നെ അമിലേസും. ഇപ്പോൾ ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഫാറ്റിനെ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ. ഇനി അമിലേസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഷുഗർ ആക്കുക എന്നുള്ളതാണ് അമിലേസിൻ്റെ ഫംഗ്ഷൻ. ഇനി ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസിൻ്റെ പേരെന്താണ്? അത് ബൈൽ ജ്യൂസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ കോസ് ഓഫ് റെയിൻഫാൾ? അതായത് മഴ പെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവാപ്രേഷൻ, കണ്ടൻസേഷൻ, ബോത്ത് ഇവാപ്രേഷൻ ആൻഡ് കണ്ടൻസേഷൻ, ഫിൽട്രേഷൻ. ഏതാണ്? നമ്മൾ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, മഴ പെയ്യുന്ന ഒരു സൈക്കിള് പോലെ ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? എങ്ങനെയാണ്? ഈ കുളങ്ങളിലും നദികളിലും കിണറുകളിലൊക്കെ വെള്ളം എന്ത് ചെയ്യുന്നു? ഇവാപ്രേഷൻ വഴി മുകളിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? കണ്ടൻസ് ചെയ്തിട്ട് മഴയായിട്ട് താഴേക്ക് വരുന്നു. എന്നിട്ട് വീണ്ടും എന്താണ്? ഇത് ഈ പുഴകളും കുളങ്ങളും കിണറുകളും ഒക്കെ നിറയ്ക്കുന്നു, വീണ്ടും ഇവാപ്രേഷൻ നടക്കുന്നു, കണ്ടൻസ് ചെയ്യുന്നു, മഴയായിട്ട് താഴേക്ക് വരുന്നു, വീണ്ടും ഇവാപ്രേഷൻ നടക്കുന്നു. ഇതൊരു സൈക്കിൾ പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഏത് പ്രോസസ്സാണ് റെയിൻഫോളിന് മേജറായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നത്? ഇവാപ്രേഷൻ ആണോ? കണ്ടൻസേഷൻ ആണോ? രണ്ടും വഹിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഇവിടുത്തെ ഉത്തരം? ബോത്ത് ഇവാപ്രേഷൻ ആൻഡ് കണ്ടൻസേഷൻ. അപ്പം മഴ പെയ്യുന്നതിന് ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നത് ആരാണ്? ഇവാപ്രേഷനും വഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കണ്ടൻസേഷനും വഹിക്കുന്നുണ്ട്. എന്താണ് ഇവാപ്രേഷൻ? ഈ കുളങ്ങളിലെയും നദികളിലെയും കിണറുകളിലെയൊക്കെ വെള്ളം എന്താണ്? സൂര്യപ്രകാശം ഏറ്റിട്ട് വേപ്പറായിട്ട് മുകളിലേക്ക് പോകുന്നു. അതാണെന്ത്? ഇവാപ്രേഷൻ. നീ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? മുകളിൽ ചെന്നിട്ട് ഇത് തണുത്ത് ഉറയുന്നു. അതാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ്? മഴയായിട്ട് താഴേക്ക് വരുന്നു, വീണ്ടും ഇതെല്ലാം നിറയ്ക്കുന്നു. ഈ പ്രോസസ്സ് എങ്ങനെ? ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഇവിടുത്തെ ഉത്തരം ഏതാണ്? ബോത്ത് ഇവാപ്രേഷൻ ആൻഡ് കണ്ടൻസേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ വേർമി കമ്പോസ്റ്റിംഗ്? താഴെ പറയുന്നവയിൽ ഏതാണ് വേർമി കമ്പോസ്റ്റിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഫംഗസ്, വേംസ്, ബാക്ടീരിയ, ബേർഡ്സ്. അപ്പം ഈ വേർമി കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റിനെ എർത്ത് വേമിൻ്റെ സഹായത്തോടു കൂടി എന്താക്കി മാറ്റുന്നു? ഓർഗാനിക് മാന്യുവറായിട്ട് മാറ്റുന്നു. അതിനെ പറയുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? വേർമി കമ്പോസ്റ്റിംഗ് എന്ന്. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് ഉത്തരം. ഏതാണ് ഇവിടുത്തെ ഉത്തരം വരുന്നത്?
വേംസ് ആണ്. അപ്പോൾ വേർമി കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റിനെ എർത്ത് വേമിന്റെ സഹായത്തോടു കൂടി ഓർഗാനിക് മാന്യൂർ ആയിട്ട് വളമാക്കി മാറ്റുന്നതിനെ പറയുന്ന പേരാണെന്ത്? വേർമി കമ്പോസ്റ്റിംഗ് എന്ന്. അപ്പോൾ ആരായിരിക്കും അതിന് റെസ്പോൺസിബിൾ? എർത്ത് വേംസ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്? വേംസ് ആണ്. അപ്പം വേർമി കമ്പോസ്റ്റിംഗിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? വേംസ് ആണ്. ഹൂ സെഡ് ദാറ്റ് മാൻ ഈസ് ബൈ നേച്ചർ എ പൊളിറ്റിക്കൽ ആനിമൽ? അവിടെ മാൻ ഈസ് ബി എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, ബൈ ആണ്. ഹൂ സെഡ് ദാറ്റ് മാൻ ഈസ് ബൈ നേച്ചർ എ പൊളിറ്റിക്കൽ ആനിമൽ? അതായത് പ്രകൃതിക്ക് മനുഷ്യനൊരു പൊളിറ്റിക്കൽ ആനിമൽ ആണ് എന്ന് പറഞ്ഞത് ആരാണ്? പ്ലേറ്റോ, ച്യൂ, പൊളിബിയസ്, അരിസ്റ്റോട്ടിൽ. ആരാണ് പറഞ്ഞത്? അത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലാണ് പറഞ്ഞത് എന്ത്? മാൻ ഈസ് ബൈ നേച്ചർ എ പൊളിറ്റിക്കൽ ആനിമൽ. എഴുതി വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മാൻ ഈസ് ബൈ നേച്ചർ എ പൊളിറ്റിക്കൽ ആനിമൽ എന്ന് പറഞ്ഞത് ആരാണ്? അത് അരിസ്റ്റോട്ടിലാണ്. അപ്പം ഈ അരിസ്റ്റോട്ടിൽ ആരാണ്? ഫാദർ ഓഫ് ബയോളജി. ഫാദർ ഓഫ് ബയോളജി ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അങ്ങനെയാണെങ്കിൽ ഫാദർ ഓഫ് സുവോളജി ആരാണ്? അതും അരിസ്റ്റോട്ടിലാണ്. അപ്പം ഫാദർ ഓഫ് ബോട്ടണി ആരാണ്? അത് തിയോഫ്രാസ്റ്റസ് ആണ്. THEOPHRASTUS. തിയോഫ്രാസ്റ്റസ് ആണ് ഫാദർ ഓഫ് ബോട്ടണി. അങ്ങനെയാണെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ ബോട്ടണി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഫാദർ ഓഫ് മോഡേൺ ബോട്ടണി ആരാണ്? അത് കാൾ ലിനസ് ആണ്. അപ്പോൾ ഫാദർ ഓഫ് ബയോളജി ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഫാദർ ഓഫ് സുവോളജി ആരാണ്? അതും അരിസ്റ്റോട്ടിലാണ്. ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാസ്റ്റസ് ആണ്. ഫാദർ ഓഫ് മോഡേൺ ബോട്ടണി കാൾ ലിനസ് ആണ്. അപ്പം മാൻ ഈസ് ബൈ നേച്ചർ എ പൊളിറ്റിക്കൽ ആനിമൽ എന്ന് പറഞ്ഞത് ആരാണ്? അത് അരിസ്റ്റോട്ടിലാണ്. അങ്ങനെയാണെങ്കിൽ ബയോളജിയുടെ പിതാവ്, ഫാദർ ഓഫ് ബയോളജി ആരാണ്? അരിസ്റ്റോട്ടിലാണ്. സുവോളജിയുടെ പിതാവോ? അതും അരിസ്റ്റോട്ടിലാണ്. ഫാദർ ഓഫ് സുവോളജി അരിസ്റ്റോട്ടിലാണ്. ഫാദർ ഓഫ് ബയോളജിയും അരിസ്റ്റോട്ടിലാണ്. ഫാദർ ഓഫ് ബോട്ടണി ആരാണ്? അത് തിയോഫ്രാസ്റ്റസ് ആണ്. ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാസ്റ്റസ് ആണ്. ഫാദർ ഓഫ് മോഡേൺ ബോട്ടണി ആരാണ്? അത് കാൾ ലിനസ് ആണ്. ഫാദർ ഓഫ് മോഡേൺ ബോട്ടണി കാൾ ലിനസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറ്റമിൻസ് ഹെൽപ്സ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം? അതായത് കാൽസ്യം അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി. അപ്പം കാൽസ്യം നമ്മുടെ ശരീരത്തിന് എന്താണ്? നമ്മുടെ എല്ലുകൾക്കൊക്കെ നല്ലതാണെന്ന് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വൈറ്റമിനും നമ്മുടെ എല്ലുകൾക്കൊക്കെ നല്ലതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേതാണ്? അത് വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ പിന്നെ കാൽസ്യം അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതായിരിക്കും? അത് വൈറ്റമിൻ ഡി ആണ്. അപ്പം കാൽസ്യം അബ്സോർബ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? അത് വൈറ്റമിൻ ഡി ആണ്. കാൽസ്യം അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഡി. ബാക്കിയുള്ള ഓപ്ഷൻസിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്. നമ്മൾ ഈ വൈറ്റമിൻസിനെ കുറിച്ച് ഒരു ക്ലാസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ എല്ലാ വൈറ്റമിൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ബാക്കി ഓപ്ഷൻസിനെ കുറിച്ചൊന്നും പറയാഞ്ഞത്. അപ്പം നമ്മളെ കാൽസ്യം അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ബാക്കി വൈറ്റമിൻസിനെ കുറിച്ച് നമ്മളൊരു അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Plants with weak stem that cannot stand upright and spread on the ground are called dash. എന്താണ്? പ്ലാന്റ്സ് വിത്ത് വീക്ക് സ്റ്റെം. വളരെ വീക്കായിട്ടുള്ള സ്റ്റെം ഉള്ള ഒരു പ്ലാന്റ്, അതിന് നേരെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അത് നിലത്തിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കും. അങ്ങനെയുള്ള പ്ലാന്റ്സിനെ നമ്മൾ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രീപ്പേഴ്സ്, ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ്. അപ്പം നമ്മൾ നേരെ നിൽക്കാൻ കഴിയാതെ നിലത്തിങ്ങനെ വീണ് കിടന്ന് അവിടെ അങ്ങനെ വളർന്നു പോകുന്ന ഒരു ചെടിയെ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മളതിനെ ക്രീപ്പേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം നേരെ നിൽക്കാൻ, അതായത് വീക്ക് സ്റ്റെം കാരണം നേരെ നിൽക്കാൻ കഴിയാതെ ഗ്രൗണ്ടിൽ സ്പ്രെഡ് ചെയ്ത് കിടന്ന് വളരുന്ന ആ രീതിയിലുള്ള ചെടികളെ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ ക്രീപ്പേഴ്സ് എന്നാണ് പറയുന്നത്. വിച്ച് കമ്പോണന്റ് ഇൻ ടൊബാക്കോ മേക്ക് ഇറ്റ് ഹാംഫുൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ? ടൊബാക്കോയിലെ ഏത് കമ്പോണന്റ് ആണ് ഹ്യൂമൻ കൺസംഷൻ അതിനെ ഹാംഫുൾ ആക്കുന്നത്? പുകയിലയിലെ ഏത് കമ്പോണന്റ് ആണ് മനുഷ്യനത് കൺസ്യൂം ചെയ്യുന്നതിൽ നിന്നും ഹാംഫുൾ ആയിട്ട് ഭവിക്കുന്നത്? ഏത് കമ്പോണന്റ് കാരണമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോർഫിൻ, നിക്കോട്ടിൻ, ഹെറോയിൻ, നൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മൾ സ്ഥിരം ഈ പുകയിലയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കുന്നതിനെതിരെയുള്ള പരസ്യങ്ങളിലൊക്കെ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് എന്ത്? നിക്കോട്ടിൻ എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? അത് നിക്കോട്ടിനാണ്. അപ്പോൾ പുകയിലയെ ഹ്യൂമൻ കൺസംഷനിൽ നിന്നും ഹാംഫുൾ ആക്കുന്നത് എന്താണ്? ഏത് കമ്പോണന്റ് ആണ്? അത് നിക്കോട്ടിനാണ്. പുകയിലയിലെ അല്ലെങ്കിൽ ടുബാക്കോയിലെ നിക്കോട്ടിൻ്റെ പ്രസൻസ് ആണ് എന്ത്? ഹ്യൂമൻ കൺസംഷന് ഹാംഫുൾ ആയിട്ട് ഭവിക്കുന്നത്. RRB NTPC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.